ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വലിയ സുഖമൊന്നും ഇല്ലെങ്കിലും വലിയ തട്ടുകടില്ലാതെ പോകുന്നില്ലേ? ഞാനുണ്ടല്ലോ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു ചൂട് ചായ കുടിച്ചോണ്ട് പറയാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വരുവാണ്. ഏകദേശം ഈ ഒരു 10 മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് വിളിക്കുന്നത്. ഈ കൊച്ച് ഇവിടെ ഭയങ്കര മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എനിക്ക് മഞ്ഞ് മാറ്റുകയൊക്കെ ചെയ്യണം. അത് ഈ തിരക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേനും കൊച്ചിനോട് പറയാണ്, എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ തരാമോ? അത് കഴിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ സംസാരിക്കാം, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് സംസാരിച്ചോണ്ട് ഞാനത് ചെയ്തോളാം എന്ന് പറയാണ്. അപ്പൊ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. വേറെ ഒന്നും കാരണമൊന്നുമല്ല, സൂസൈഡ് ചെയ്യാനുള്ള കാരണം ലവ് അഫെയർ ആണ്. അപ്പൊ എന്നോട് എന്നെ ചതിച്ചിട്ട് പോയി അതെങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, മോള് രാത്രി കിടന്ന് ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ഉറക്കം വന്നില്ല മാം, പക്ഷെ ഞാൻ കിടന്നു. ഓക്കെ, കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഭക്ഷണം കഴിച്ചോ? അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഓക്കെ, ഭക്ഷണമുണ്ട്. മൊത്തത്തിൽ സേഫ് അല്ലേ? മൊത്തത്തിൽ സേഫ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പഠിത്തം എങ്ങനെ പോകുന്നു? പണ്ട് പഠിക്കുമായിരുന്നു, ഇപ്പൊ പഠിത്തം ശരിയാവുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു, പിന്നെ എന്നാ കാണിക്കാനാണ് കുഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? അവനിട്ട് പണി കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ശരിയാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, അവൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കും. അതല്ലാതെ നഷ്ടം കുഞ്ഞിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം, സേഫ്റ്റി. ഇതെല്ലാം കുഞ്ഞിന്റെ പേരൻസ് തരുന്നുണ്ട്. അപ്പൊ അവർക്കാണ് വിഷമം ഉണ്ടാകുന്നത്, അതോ കുഞ്ഞിനെ ഇട്ടിട്ട് പോയവർക്കാണ് വിഷമം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാണ്, മാമ അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ ചിന്തിക്കണം. നിനക്ക് വേണ്ടി നീ ജീവിക്കുക, നിന്റെ പേരൻസിന് വേണ്ടി നീ ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, ഓ ശരിയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. എന്നിട്ട് ആ കൊച്ചിനോട് ചോദിക്കുകയാണ്, ഓ ഇവിടെ നല്ല പാടല്ലേ, നല്ല മഞ്ഞൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. എന്നിട്ട് കൊച്ചു പറഞ്ഞു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് കൊച്ചു ഫോൺ വെച്ചു. പക്ഷെ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യനെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞാൻ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങി, ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മക്കൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാക്കി അവർക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സസും ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് കിട്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഫുഡ്, പാർപ്പിടം ഒക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് പേരൻസ് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യം അവരെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ജീവിതത്തിലെ എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾക്ക് ഓടി വരാൻ ഒരു വീടുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇത്